സ്വാഗതം ശർമ്മജി. നമസ്തേ. നമുക്ക് കത്ത് വന്നിരിക്കുന്ന പാലക്കാട് നിന്നാണ്. മഞ്ജു സോമനാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൾക്ക് വേണ്ടി തന്നെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൾ ഡോക്ടറാണ്, വിദേശത്താണ്. വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഒത്തുവരുന്നില്ല. ഡോക്ടറിനെ തന്നെയാണ് നോക്കുന്നത്. മധ്യമ രജു നക്ഷത്രങ്ങൾ ചേർക്കാമോ? മകളുടെ നക്ഷത്രം പൂയമാണെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. മധ്യമരജു ചേർക്കാമോ എന്ന് ചോദിച്ചാൽ ചേർക്കരുതെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ. മസ്റ്റായിട്ടും പാടില്ല എന്നാണ്. അപ്പോൾ ഒരു ഡോക്ടറെ തന്നെയല്ലേ സാമാന്യനെ പ്രതീക്ഷിക്കുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ജോഡി ആണെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയെ കിട്ടും, ബാങ്ക് ഉദ്യോഗസ്ഥനെ കിട്ടുകയുള്ളൂ, ഒരു സിനിമാതാരത്തെ കിട്ടുകയുള്ളൂ, ഒരു ഡോക്ടറെ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന പോലെ അതാണ് ജോഡി. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ നാളും ഗ്രഹനിലയും ഒക്കെ ചിലപ്പം മധ്യമരജു, വേദം, കാളസർപ്പം, ശംഖപാലകാളസർപ്പം, അനകാലകാളസർപ്പം, ഇങ്ങനെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ അവിടെ ഉദിക്കുന്നു. അത് ചുരുക്കത്തിൽ ഭരണി, പൂരം, പൂരാടം നക്ഷത്രങ്ങൾ, മകയിരം, ചിത്തിര, അവിട്ടം, പൂയം, അനിഴം, ഉത്രട്ടാതി, ഇത്രയും ശ്രദ്ധിക്കുക. 9 നാളുകൾ: ഭരണി, പൂരം, പൂരാടം, മകയിരം, ചിത്തിര, അവിട്ടം, പൂയം, അനിഴം, ഉത്രട്ടാതി. ഈ 3 നക്ഷത്രങ്ങൾ പരസ്പരം രജുദോഷമുള്ളതാണ്. അകാല വിരമം, കലഹം, അവരുടെ ജീവിതത്തിലേക്ക് മറ്റേതെങ്കിലും ഒരു ശക്തിയുടെ കടന്നാക്രമണം, നുഴഞ്ഞുകയറ്റം, സ്വന്തക്കാരോ ബന്ധക്കാരോ മിത്രങ്ങളോ അന്യതാളുകളോ ഇടപെട്ട് ബന്ധം വഷളാക്കുക, കഷണ്ടിയും കുടുമിയും കൂടെ കൂട്ടിക്കെട്ടുക, ഒരു കാര്യവുമില്ല, മനഃപൂർവ്വം ബഹളം, സൗന്ദര്യപ്പിണക്കങ്ങൾ, സംശയം, കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സം, ഉണ്ടായാൽ അതെന്തെങ്കിലും വൈകല്യം, അത് ഏതെങ്കിലും ആജീവനാന്ത കാലം ദുഃഖത്തിനിടയാക്കുക, അല്ലെങ്കിൽ ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാതാപിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ രജു വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പഴയ ആചാര്യന്മാർ ഇത് പാടില്ല എന്ന് പറയുന്നത്. ഒരു 5 കൊല്ലത്തെ ജീവിതം, 3 കൊല്ലത്തെ ഇങ്ങനെയൊക്കെയുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് നിയമനം പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു രജുവും വേദവും കാളസർപ്പവും ഇളസർപ്പവും നോക്കേണ്ട കാര്യമില്ല, വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അത് ദീർഘകാലത്തെ നോക്കുക, ഡോക്ടറെ തന്നെ വേണം എങ്കിൽ ഈ നക്ഷത്രം ഒഴിവാക്കുക. ഈ നക്ഷത്രം ഒഴിവാക്കിയിട്ട് അനുകൂലമായ ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്, അതിനകത്ത് ഡോക്ടർമാരുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് പ്രകാരം അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. എന്നിരുന്നാൽ ഇപ്പോഴത്തെ ഈ സമയം കൊണ്ട് ഭരണിക്ക് ഇപ്പോൾ വിവാഹ കാലഘട്ടമല്ല, ഒരല്പം കൂടെ ചിലപ്പോൾ ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബന്ധം വരാൻ സാധ്യതയുള്ളൂ. ഏഴരശനിയും 3-ൽ വ്യാഴവും ഒക്കെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഇണങ്ങിക്കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഈ ഇണങ്ങി വന്നാൽ തന്നെ മറ്റെന്തെങ്കിലും തലവേദനകൾ മിനിമം 2028-29 കാലഘട്ടം വരുമ്പം നല്ല ബന്ധം വരാനുള്ള യോഗമുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നക്ഷത്രങ്ങൾ സെലക്ട് ചെയ്താൽ നന്നായിരിക്കും. മധ്യമരജു ജ്യോതിശാസ്ത്രപരമായി ചേർക്കാൻ പാടുള്ളതല്ല.